പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ജമ്മുകാശ്മീരിൽ ഭീകര പോരാട്ടം ശക്തമാക്കിയ സൈന്യം. ഉധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രത. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ തെളിവ് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണത്തിന് അനുമതി നൽകി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നതോടൊപ്പം ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കി. അതിർത്തി മേഖലകളിൽ ഏത് സാഹചര്യവും നേരിടാൻ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കശ്മീരിൽ വിന്യസിച്ചു. പൂഞ്ച്, ഉധംപൂർ, ബാരാമുള്ള മേഖലകളിൽ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ്. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചു. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഡൽഹി, മുംബൈ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി. അതേസമയം വീണ്ടും പ്രകോപനപരമായ നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തി. കറാച്ചി തീരത്ത് ഇന്നും നാളെയും മിസൈൽ പരീക്ഷണം നടത്താനാണ് തീരുമാനം. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായി ഭാരതം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടുന്നതിന് പിറകെയാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. ജനം, ഡൽഹി.